Classroom English for Teachers. In this video, I have brought another set of English sentences which will definitely help you in your English classroom. ക്ലാസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുട്ടികൾ എല്ലാവരും കൂടിയും ഒരുമിച്ച് ആൻസർ പറയാറുണ്ട്. അവരോട് ഒരുമിച്ച് പറയല്ലേ എന്നോ ഒരാൾ ഒരു സമയം പറയൂ എന്നോ എങ്ങനെ പറയാം? ഡോണ്ട് സ്പീക്ക് എവറി വൺ അറ്റ് എ ടൈം അല്ലെങ്കിൽ സ്പീക്ക് വൺ അറ്റ് എ ടൈം. ക്ലാസ്സിൽ ടീച്ചറില്ലാത്ത സമയം കുട്ടികൾ ക്ലാസ്സിൽ എഴുന്നേറ്റ് നടക്കാറുണ്ട്. അങ്ങനെ നടക്കരുതെന്ന് എങ്ങനെ പറയാം? ഡോണ്ട് റോം ഇൻ ദ ക്ലാസ്. ഡോണ്ട് റോം ഇൻ ദ ക്ലാസ്. ടീച്ചേഴ്സ് ക്ലാസ്സിന് പുറത്തു പോകുന്ന സമയം ക്ലാസ് ലീഡേഴ്സിനോട് ക്ലാസ് മാനേജ് ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? മൈൻഡ് ദ ക്ലാസ് അൻറ്റിൽ ഐ കം ബാക്ക്. മൈൻഡ് ദ ക്ലാസ് അൻറ്റിൽ ഐ കം ബാക്ക്. അല്ലെങ്കിൽ കീപ് ദ ക്ലാസ് ക്വയറ്റ് അൻറ്റിൽ ഐ കം ബാക്ക്. ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികളോട് ചോറവിടെ കളയരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഡോണ്ട് സ്പിൽ റൈസ് അറ്റ് യുവർ പ്ലേസ്. ഡോണ്ട് സ്പിൽ റൈസ് അറ്റ് യുവർ പ്ലേസ്. ഇതുപോലെ തന്നെയാണ് ക്ലാസ് റൂമിൽ വെള്ളം കളയരുത് എന്ന് പറയുന്നതും. ഡോണ്ട് സ്പിൽ വാട്ടർ ഇൻ ദ ക്ലാസ് റൂം. ഡോണ്ട് സ്പിൽ വാട്ടർ ഇൻ ദ ക്ലാസ് റൂം. സ്പിൽ എന്ന വാക്കിന് അശ്രദ്ധമായി കളയുക എന്നതാണ് അർത്ഥം. ക്ലാസ് എടുക്കുന്നതിനിടയിൽ ചില കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയാൽ നമുക്കവരോട് എന്ത് ചോദിക്കാം? ആർ യു വിത്ത് us? അല്ലെങ്കിൽ ആർ യു ഇൻ ദ ക്ലാസ്? ചില സമയങ്ങളിൽ നമ്മൾ കുട്ടികളുടെ പ്ലേസ് ചേഞ്ച് ചെയ്യാറുണ്ട്. വേറൊരാളുടെ പ്ലേസിലേക്ക് വന്നിരിക്കൂ, ഈ ആളോട് അവിടേക്ക് മാറിയിരിക്കൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതെങ്ങനെ പറയാം? അരുൺ, swap your place with Neha. If you want more videos like this, comment below. Please subscribe and press the bell icon.